മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള നിർണായക യോഗങ്ങൾ കെപിസിസി ആസ്ഥാനത്ത് തുടരുകയാണ്. നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും നിയുക്ത എംഎൽഎമാരുടെയും എംപിമാരുടെയും അഭിപ്രായം തേടിയിട്ടുണ്ട്. മുസ്ലിം ലീഗുമായി ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. വി ഡി സതീശനെ ഉയർത്തിക്കാട്ടാനാണ് ലീഗിന്റെ തീരുമാനം. അതേസമയം എംഎൽഎമാരുടെ പിന്തുണ തനിക്കാണെന്ന് കെ.സി. വാദിക്കുന്നു. രമേശ് ചെന്നിത്തലയും വാദം ഉയർത്തുന്നുണ്ട്. അതിനിടെ ബെന്നി ബെഹനാനെ കെപിസിസി അധ്യക്ഷനായി തിരഞ്ഞെടുക്കാൻ നീക്കം നടക്കുന്നു. ബെന്നി ബെഹനാനിലൂടെ എ ഗ്രൂപ്പിന്റെ പിന്തുണ ഉറപ്പിക്കാനാണ് കെ.സി. വേണുഗോപാലിന്റെ നീക്കം. കൂടുതൽ വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൺഫിലിറ്റ്, കെ.സി. വേണുഗോപാലും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകുന്നില്ല തീരുമാനത്തിൽ നിന്ന്. നമ്മളിപ്പോൾ എറണാകുളത്താകട്ടെ ഈ അണികളൊക്കെ തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞു വി ഡി സതീശനായി. ഏത് രീതിയിലാണ് ഈ ചർച്ചകളൊക്കെ മുന്നോട്ട് പോകുന്നത്? ഒപ്പം ഈ മുസ്ലിം ലീഗുമായുള്ള ചർച്ച തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ എംഎൽഎമാർ കൂടുതൽ ഒപ്പമുണ്ടെന്നാണ് കെ.സി. പക്ഷത്തിൻ്റെയൊക്കെ വാദം. പക്ഷേ അതേസമയം തന്നെ അത് ശരിയല്ല എന്ന് കെ.സി. രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ അവരുടെ പക്ഷങ്ങളും വാദിക്കുന്നുണ്ട്. സത്യത്തിൽ ആർക്കാണ് കൂടുതൽ എംഎൽഎമാരുടെ പിന്തുണ? അത് ഒരു ചോദ്യമാണ്. നിലവിലെ എംഎൽഎമാരൊക്കെ തന്നെയും കെ.സിയുടെ സ്ഥാനാർത്ഥികളായി കെ.സി. സ്ഥാനാർത്ഥി പട്ടികയിൽ തിരികെ കയറ്റിയ കെ.സിയുടെ ആളുകളാണ്. ഇപ്പോൾ ജയിച്ചു വന്ന നിയുക്ത എംഎൽഎമാർ ബഹുഭൂരിപക്ഷമെന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇവരൊക്കെ തന്നെയും ഒരു വ്യക്തിപരമായി ഇവരോട് അല്ലെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും സംസാരിക്കുന്നത്. നിയമസഭാ കക്ഷി നേതാവായി ആരെയാണ് തെരഞ്ഞെടുക്കേണ്ടതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇവരൊക്കെ തന്നെയും എല്ലാവരും കെ.സി. വേണുഗോപാലിന്റെ പേര് എത്ര കണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നതിലൊരു ഉറപ്പ് നമുക്ക് പറയാനാവുകയില്ല. നിലവിലെ സാഹചര്യത്തിൽ ഒരുപക്ഷെ കെ.സി. വേണുഗോപാൽ ഹൈക്കമാൻഡാണോ ഇത്തരത്തിലുള്ള വ്യക്തിപരമായി അല്ലെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് സംസാരിച്ചാൽ പോലും ഇവർ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ ഏതെങ്കിലും രീതിയിൽ ഒരുപക്ഷെ കെ.സി. വേണുഗോപാലാണ് സർക്കാർ രൂപീകരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥലത്തിലേക്ക് വരുമ്പോൾ ഇനിയിപ്പോൾ തങ്ങൾ ഒരു സമ്മർദ്ദം എംഎൽഎമാർ ഉണ്ടാകും. കാരണം ആരും തന്നെ മനസ്സ് തുറന്ന് ഇവരോട് എത്ര കണ്ട് മനസ്സ് തുറന്ന് ഇവരോട് സംസാരിക്കുമെന്നുള്ളൊരു ചോദ്യമാണ്. കാരണം ഇവിടെ കെ.സി. ആണോ വി ഡി ആണോ മുഖ്യമന്ത്രിയാകുക? അപ്പോൾ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ പ്രത്യേകിച്ച് കെ.സിക്ക് എതിരായി ഒരു വിലയിരുത്തൽ നടത്തുകയോ ഏതെങ്കിലും രീതിയിൽ ചെയ്താൽ കെ.സി. മുഖ്യമന്ത്രിയായി വരാനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് തങ്ങളുടെ ഭാഗത്ത് ഏതെങ്കിലും രീതിയിൽ അത് പ്രതികൂലമായി തങ്ങളുടെ രാഷ്ട്രീയ ഭാവി അത് പ്രതികൂലമാകുമോ എന്നൊരു ഭയവും ഈ എംഎൽഎമാർക്കുണ്ട്. അതുകൊണ്ട് ഇവർക്ക് എത്ര കണ്ട് പലർക്കും മനസ്സു തുറന്ന് ഈ നിരീക്ഷകരോട് പറയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു ചോദ്യം തന്നെയാണ്. കെ.സി. എപ്പോഴും പറയുന്നത്, ഹൈക്കമാൻഡോട് വാദിക്കുന്നത് ബഹുഭൂരിപക്ഷം എംഎൽഎമാരും തനിക്കൊപ്പമാണ് എന്നൊരു വാദം അദ്ദേഹം ഉയർത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തി ഇപ്പോൾ കെപിസിസി ആസ്ഥാനത്ത് ഉച്ചയ്ക്ക് ഒരു 2 മണിയായപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ബാനർ ഉണ്ടായിരുന്നു. ആ ഫ്ലക്സിന്റെ പുറത്താണ് കെ.സി. വേണുഗോപാലും കെ. സുധാകരനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫ്ലക്സ്. അത് ആര് കൊണ്ടുവച്ചു എന്ന് താഴെ പേര് എഴുതിയിട്ടില്ല. അതായത് ഏതെങ്കിലും DCC യൂണിറ്റിൻ്റെതാണോ എന്നൊന്നും പേര് എഴുതിയിട്ടില്ല. പകരം അങ്ങനെ ഒരു വലിയൊരു ഫ്ലക്സ് ആണ്. കെ.സി. ആണ് അതിന് കേരളം നയിക്കട്ടെ എന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു വലിയൊരു ഫ്ലക്സ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. കെ. സുധാകരനെ അനുകൂലിക്കുന്ന വിഭാഗമാണ്. തിരുവനന്തപുരത്ത് തലസ്ഥാനത്തുള്ള വളരെ യൂത്ത് കോൺഗ്രസിൽ പെടുന്ന കെ. സുധാകര പക്ഷമാണ്. സുധാകരനും കെ.സിയും ഒരുമിച്ച് നിൽക്കുന്ന ഫ്ലക്സ് ഇവിടെ കൊണ്ടുവെക്കുന്നത്. കെ. സുധാകരൻ രാവിലെ തന്നെ ഹൈക്കമാൻഡ് ഒരു കത്ത് അയച്ചിരുന്നു. ആ കത്തിൽ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്ന് ചൂണ്ടിക്കാട്ടി കെ.സിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു കത്താണ് ഹൈക്കമാൻഡ് അദ്ദേഹം അയച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു വിഭാഗം വളരെ ശക്തമായി കെ.സി. വേണുഗോപാലിന്റെ ഒപ്പമുണ്ട്. എന്നാൽ വി ഡി സതീശന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വി ഡി സതീശൻ ഈ 102 വിജയത്തിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും തനിക്കാണ് എന്ന വാദമാണ് വി ഡി സതീശൻ ആദ്യമേ ഉയർത്തുന്നത്. ഇത്രയേറെ തിളക്കമാർന്ന ബഹുഭൂരിപക്ഷം വിജയത്തിലെത്തിയതിന്റെ പൂർണ്ണ ക്രെഡിറ്റ് ഒരു 5 വർഷത്തെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ആ ക്രെഡിറ്റ് തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നൊരു വാദം അദ്ദേഹം ഉയർത്തുന്നു. എംഎൽഎമാരുടെ പിന്തുണയും തനിക്കുണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വി ഡി സതീശന്റെ സമ്മർദ്ദ തന്ത്രം എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ കെ.സിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ താൻ പൂർണ്ണമായി ഒഴിഞ്ഞു പോകുന്നു എന്നൊരു കടുത്ത നിലപാടോ തീരുമാനമോ അദ്ദേഹം എടുക്കുമെന്ന് ഇപ്പോഴേ സൂചന നൽകിക്കഴിഞ്ഞു. അത് വലിയൊരു കലാപത്തിലേക്കൊക്കെ മാറും. അതിനു വേണ്ടി തന്നെയാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ണൂരിലും ആലപ്പുഴ എറണാകുളത്തൊക്കെ പറഞ്ഞതുപോലെ വി.എസ്. അച്യുതാനന്ദൻ എന്താണോ സംഭവിച്ചത് അതേ രീതിയിൽ തെരുവിലിറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകും എന്ന് വി ഡിയെ അനുകൂലിക്കുന്ന വി ഡി പക്ഷം വളരെ ശക്തമായി തന്നെ പറയുന്നു. അത് അത്തരം മുന്നറിയിപ്പുകൾ ഹൈക്കമാൻഡ് ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. അതാണ് ഹൈക്കമാൻഡിനെ ഏറ്റവും സമ്മർദ്ദത്തിലാക്കുന്നത്. മാത്രവുമല്ല വി ഡി സതീശനെ ഒഴിവാക്കി കഴിഞ്ഞാൽ എങ്ങനെയാകും പൊതുസമൂഹം വോട്ടർമാർ എന്ന ഈ വോട്ട് ഇത്രയേറെ ബഹുഭൂരിപക്ഷം ലഭിച്ചതിന് ഒരു പ്രധാനമായ ഒരു വി ഡി സതീശൻ എന്നതിൽ അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണോ എന്ന് പൊതുവായൊരു വിലയിരുത്തൽ കൂടിയുണ്ട്.
അതേസമയം കെ.സി. വേണുഗോപാലിന്റെ പ്രവർത്തനങ്ങളും ഈ കാലയളവ് ഈ 10 വർഷം പ്രതിപക്ഷത്തിരുന്നപ്പോൾ കെ.സി. വേണുഗോപാൽ കേരളത്തോട് കാട്ടിയത് നയപരമായ പല തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തും ഈ രാഷ്ട്രീയപരമായി KPCC അല്ലെങ്കിൽ കോൺഗ്രസിലെ സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയപരമായ പല നിർണായക തീരുമാനങ്ങളും ക്രൈസിസ് ഒക്കെ നേരിടുന്ന സമയത്ത് ഒരു കൃത്യമായ ഒരു ക്രൈസിസ് മാനേജർ എന്ന രീതിയിലുള്ള റോൾ വളരെ ഭംഗിയായി നിർവഹിച്ചു എന്നാണ് കെ.സി. അനുകൂലിക്കുന്ന കെ.സി. പക്ഷം ഇപ്പോഴും പറയുന്നത്. അതേ രീതിയിൽ അവർ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകുകയാണ്. ഇനി മറ്റൊന്ന് പറയുകയാണെങ്കിൽ MLA-മാരുടെ MP-മാരുടെയൊക്കെ അഭിപ്രായങ്ങൾ തേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഘടകകക്ഷികളുടെ അഭിപ്രായത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഹോട്ടലിലാണ് മുസ്ലിം ലീഗ് നേതാക്കളുമായി മുകുൾ വാസ്നിക്കും അജയ് മക്കനും സംസാരിക്കുന്നത്. അവിടെ പാണക്കാട് തങ്ങളും ഒപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗിന്റെ നേതാക്കളുമായി ചർച്ച നടത്തുന്നു. ലീഗ് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞാണ് അവർ VD സതീശൻ തന്നെ മുന്നോട്ട് വരണം, മുഖ്യമന്ത്രിയായി VD സതീശൻ വരണമെന്ന അഭിപ്രായം ഒരു പരസ്യമായി പറഞ്ഞു. അത് തന്നെയാണ് അവർ ഹൈക്കമാൻഡിനെ അറിയിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം KM ഷാജി അടക്കമുള്ളവർ പരസ്യമായി പറഞ്ഞു, പാണക്കാട് തങ്ങളും പരസ്യമായി പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ മറ്റ് ഘടകകക്ഷിയിൽ PJ ജോസഫ്, അതിനുശേഷം PJ ജോസഫ് അഭിപ്രായം പറയും. ഒപ്പം RSPയിലെ ഷിബു ബേബി ജോൺ അഭിപ്രായം. ഇന്ന് തന്നെ CP ജോൺ, അതായത് ഓരോ ഘടകകക്ഷി ഒറ്റ MLA-മാരുള്ള ഘടകകക്ഷികളോടും വരെ അഭിപ്രായം ആരായുമെന്നാണ് ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുള്ളത്. ഇവരൊക്കെ തന്നെയും ഏറെക്കുറെ നാം മനസ്സിലാക്കുന്നത് VD സതീശൻ മുഖ്യമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാരണം കെ.സി. വേണുഗോപാൽ വരികയാണെങ്കിൽ ഒരു രണ്ട് ബൈ ഇലക്ഷൻ നടക്കും. ആ ബൈ ഇലക്ഷൻ ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അത് തിരിച്ചടിയാകുമെന്നാണ് ഒരു വിലയിരുത്തൽ പൊതുവെയുണ്ട്. മാത്രവുമല്ല, ഇനി ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു താല്പര്യവും ഘടകകക്ഷികൾക്കില്ല. അതുകൊണ്ടാണ് ഇത്രയേറെ ഭൂരിപക്ഷം ലഭിച്ചിട്ട് VD സതീശൻ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഏറെക്കുറെ കാര്യങ്ങൾ VD സതീശൻ കെ.സി. വേണുഗോപാൽ എന്ന രീതിയിൽ മാത്രമായി ഇപ്പോൾ നിൽക്കുന്നു. തീർച്ചയായും അൺഫിലിറ്റ്, അപ്പോൾ ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനം നിർണായകമാണ്. MP-മാർ മത്സരിക്കേണ്ട എന്നൊക്കെ തീരുമാനമെടുത്തത് ഹൈക്കമാൻഡ് തന്നെയാണ്. നമ്മൾ സുധാകരനൊക്കെ ഉണ്ടാക്കിയ ബഹളങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കണ്ടതാണ്. അതേസമയം തന്നെ സച്ചിൻ പൈലറ്റിന്റെയും DK ശിവകുമാർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു ഉദാഹരണമൊക്കെ നമ്മൾക്ക് മറുവശത്ത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഈ ഹൈക്കമാൻഡിലായിരിക്കും ഇനിയിപ്പോൾ എന്ത് വേണം ഒരു നിലപാട്, ഒരു തീരുമാനം എടുക്കേണ്ടത്. തീർച്ചയായും ഈ കെ.സി. വേണുഗോപാലൊക്കെ ഹൈക്കമാൻഡിന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് ഒരു പ്രിയങ്കരനായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? ഇനി അല്ലിപ്പോൾ അൺഫിൽറ്റ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബൈ ഇലക്ഷൻ വേണ്ട എന്നുള്ള രീതിയിലേക്ക് മാറി ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം അത് എത്രത്തോളം ഉണ്ട്? അതായത് ബൈ ഇലക്ഷൻ ഒരു ഉപതെരഞ്ഞെടുപ്പിന് വേണ്ട എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗമാണ് സംസ്ഥാനത്തിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായി ഘടകകക്ഷികൾ ആരും തന്നെ ഘടകകക്ഷി നേതാക്കൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗായാലും ജോസഫ് ഗ്രൂപ്പ് ആയാലും ഒരു ബൈ ഇലക്ഷൻ ഇനി വേണ്ട എന്നാണ് അവർ നിലപാടെടുക്കുന്നത്. ബൈ ഇലക്ഷൻ തിരിച്ചടിയാകുമെന്ന് ഭയക്കുന്നു. മറ്റൊന്നിന് ബൈ ഇലക്ഷൻ ആവശ്യമെന്ത് എന്നവർ ചോദിക്കുന്നു. മറ്റൊന്ന്, ഇവർക്ക് രണ്ടുപേർക്കും ഘടകകക്ഷികളിലും MLA-മാർക്കും MP-മാർക്കും അപ്പുറം ഒരു മുതിർന്ന വിഭാഗം ഇപ്പോഴുമുണ്ട്. അതിൽ K. സുധാകരനുണ്ട്, VM സുധീരനുണ്ട്, മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട്, PJ കുര്യനുണ്ട്, MM ഹസനുണ്ട്. ഇവരൊക്കെ മുതിർന്ന നേതാക്കളാണ്. AK ആന്റണി എത്ര കണ്ട് അഭിപ്രായം പറയും എന്നറിയില്ല. എങ്കിൽ പോലും മറ്റു മുതിർന്ന നേതാക്കൾ അവരാരും തന്നെ കെ.സി. വരണമെന്ന് അത്ര കണ്ട് ആഗ്രഹിക്കുന്നത്. അവർ പറയുന്നത് കെ.സി. വേണുഗോപാൽ ഈ സമയത്ത് ഇങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്തുന്നത് തികച്ചും അനൗചിത്യമാണ്. മാത്രമല്ല MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന് പൊതുവായൊരു നിലപാടെടുത്തിട്ടും അവസാന തെരഞ്ഞെടുപ്പ് വന്നു വിജയം കഴിയുമ്പോൾ കെ.സി. വേണുഗോപാൽ കൂടി ഇവിടെ ഒരു മത്സരരംഗത്തേക്ക് വരുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യമാണ് മുതിർന്ന നേതാക്കൾ ഉന്നയിക്കുന്നത്. അതിൽ K. സുധാകരൻ മാത്രമാണ് കെ.സിക്ക് വേണ്ടി പരസ്യമായി നിലകൊണ്ട് നിൽക്കുന്നത്. K. സുധാകരൻ മാത്രമാണ്. മറ്റ് മുതിർന്ന നേതാക്കൾ ആരും തന്നെ കെ.സിയോട് താല്പര്യം കാട്ടുന്നില്ല. അതേസമയം VD-യെ എത്ര കണ്ട് VD സതീശനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതും ഒരു ചോദ്യമാണ്. കാരണം VD സതീശനോട് വലിയ താല്പര്യമില്ലാത്ത ഒരു വിഭാഗം മുതിർന്ന നേതാക്കളുണ്ട്. അതിൽ MM ഹസനായാലും VM സുധീരനായാലും ഒരു സമയത്ത് അങ്ങനെയായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ 5 വർഷത്തെ അദ്ദേഹത്തിന്റെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം കാഴ്ചവെച്ച പ്രവർത്തനവും ഒപ്പം തന്നെ ഈ രീതിയിൽ ഏറ്റവും വലിയ ബഹുഭൂരിപക്ഷം നേടിയ 102 എന്ന വിജയമൊക്കെ സതീശനുള്ള ക്രെഡിറ്റ് തന്നെയാണ് എന്നവർ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവരും ഈ കെ.സി. വേണുഗോപാൽ ഇവിടെ വന്ന് വീണ്ടും ഒരു ഫൈറ്റിന് വേണ്ടി തയ്യാറാകുന്നുണ്ട്. അവർക്ക് ഒട്ടും തന്നെ യോജിപ്പില്ല. അങ്ങനെ വരുമ്പോൾ മുതിർന്ന ഈ നേതാക്കളുടെ അഭിപ്രായവും ഈ നിരീക്ഷകർ തേടുമ്പോൾ ഉറപ്പായി മുതിർന്ന നേതാക്കൾ K. സുധാകരൻ ഒഴികെ മറ്റാരും തന്നെ കെ.സിയെ പിന്തുണയ്ക്കാനുള്ള സാധ്യത നിലവിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഘടകകക്ഷികളുടെ അഭിപ്രായം തേടുമെന്ന് മനസ്സിലാക്കിയിട്ട് ഘടകകക്ഷികളെയും 3 പക്ഷവും അത് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ തന്നെയും തങ്ങൾ ഈ ഘടകകക്ഷികളെ ഒപ്പം നിർത്താനുള്ള നീക്കമൊക്കെ നടത്തുന്നു. അതായത് തങ്ങളാണ് മന്ത്രിസഭ രൂപീകരിക്കുന്നതെങ്കിൽ ഘടകകക്ഷികൾക്ക് അവർ ആവശ്യപ്പെടുന്ന രീതിയിൽ മന്ത്രിമാരെ നൽകുന്നു, ക്യാബിനറ്റ് പദവി നൽകുന്നു. ഈ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ ഒരു ഭാഗത്ത് ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സമ്മർദ്ദങ്ങൾക്കിടയിലും മുസ്ലിം ലീഗ് ഇപ്പോൾ നടക്കുന്ന ചർച്ചയിൽ അവർ VD സതീശൻ മുഖ്യമന്ത്രി ആകണമെന്ന് തന്നെയാണ് അവർ പറയുന്നത്, അങ്ങനെ വാദിക്കുന്നു. അപ്പോൾ ഏറെക്കുറെ ഘടകകക്ഷിയുടെ പിന്തുണ VD സതീശനുണ്ട്. ഒപ്പം തന്നെ ചില മുതിർന്ന നേതാക്കളുടെയും ബഹുഭൂരിപക്ഷം മുതിർന്ന നേതാക്കളുടെ പിന്തുണയും VD സതീശൻ ഈ സമയത്ത് കെ.സി. വേണുഗോപാൽ ഇല്ല.
അത് ഉറപ്പായും VD സതീശന് വരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയെ മുൻനിർത്തുന്ന, രമേശ് ചെന്നിത്തല ഉയർത്തിക്കാട്ടുന്ന നേതാക്കളും ഈ കൂട്ടത്തിലുണ്ട്. അങ്ങനെ വരുമ്പോൾ KCക്കുള്ള ഒരു പിന്തുണ MLA-മാരിൽ MP-മാരിൽ മാത്രമായി നിൽക്കുകയാണെങ്കിൽ ഉറപ്പായും മറ്റു ഓപ്ഷൻ എന്ന രീതിയിൽ VD സതീശനെ അനുകൂലിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് തന്നെയാകും ഹൈക്കമാൻഡിന് നൽകുക എന്നാണ് മനസ്സിലാക്കുന്നത്. അത് നാളെയും മറ്റന്നാളും കൂടി ചർച്ച നടത്തി നാളെ ശനിയാഴ്ച ഉച്ചയോടുകൂടി ഈ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് പോവുകയും അതിനുശേഷം ഞായറാഴ്ച ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യും. അതായത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ആരാണ് എന്ന പ്രഖ്യാപനം ഞായറാഴ്ച ഡൽഹിയിൽ നിന്നുണ്ടാകും. അത് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രഖ്യാപിക്കും. ശനിയാഴ്ച വൈകിട്ടോടുകൂടി ഈ റിപ്പോർട്ട് ഡൽഹിയിലെത്തും എന്നാണ് നിലവിൽ ഇപ്പോൾ കിട്ടുന്ന, അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അതിനപ്പുറത്തേക്ക് ഞായറാഴ്ചക്കപ്പുറത്തേക്ക് നീണ്ടുപോകില്ല. കാരണം അടുത്ത ദിവസമോ അല്ലെങ്കിൽ 1-2 ദിവസത്തോ കൂടി സത്യപ്രതിജ്ഞ ചെയ്യണം. അതിനുവേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോഴും ഒരു കാര്യം, സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയും ഘടകകക്ഷി നേതാക്കളും മാത്രമാകും ആദ്യഘട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുക. മറ്റു മന്ത്രിമാരുടെ കാര്യത്തിൽ, കോൺഗ്രസിലെ മറ്റു മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ അതിനുശേഷമാവും അവരുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാവുക.